7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കവിത എഴുതി തുടങ്ങിയ 18ാമത്തെ വയസ്സിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ദേശാഭിമാനി പത്രാധിപരായിരുന്ന എണ്ണമറ്റ ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ പുല്ലാറ്റുപാടത്തു വീട്ടിൽ നന്ദ്യാലത്ത് പത്മനാഭന്റെയും അമ്മാളു അമ്മയുടെയും മകനായി പിറന്ന പി ഭാസ്കരൻ എന്ന മഹാപ്രതിഭയെക്കുറിച്ചാണ് ഇന്നെന്റെ വീഡിയോ. ഗാനങ്ങൾ, സിനിമ, പിന്നാമ്പുറ കഥകളിലേക്ക് വീണ്ടും സ്വാഗതം. പൂവല്ല പൂന്തളിരല്ല, മാനത്തെ മഴവില്ലല്ല, മണ്ണിലേക്ക് ഇറങ്ങി വന്ന മധുചന്ദ്രിക എന്നെഴുതിയ അദ്ദേഹം മലയാള മണ്ണിലേക്ക് ഇറങ്ങി വന്ന ഒരു മധുചന്ദ്രിക തന്നെയായിരുന്നു. 1949 അപൂർവ സഹോദരകൾ എന്ന തമിഴ് സിനിമയ്ക്ക് 4 വരി ഗാനമെഴുതി തുടങ്ങിയ അദ്ദേഹം ചന്ദ്രിക എന്ന മലയാള സിനിമയ്ക്കാണ് ആദ്യമായി ഒരു മുഴുനീള ഗാനം എഴുതുന്നത്. ലാളിത്യം മുഖമുദ്രയാക്കിയ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ വയലാറിന്റെ ഗാനങ്ങളോട് കിടപിടിക്കുന്നതായിരുന്നു. കിനാവ്, നിലാവ്, പൂനിലാവ്, മധുചന്ദ്രിക, വാസന്ത പഞ്ചമി, തേന്മാവ്, തേൻകിനാവ് എന്നിങ്ങനെയുള്ള സുന്ദരമായ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലുടനീളം നമുക്ക് കാണാൻ കഴിയുക. തിക്കൃഷിയെ നായകനാക്കി BS രാഘവന്റെ സംവിധാനത്തിൽ 1950 ഓഗസ്റ്റിൽ റിലീസ് ചെയ്ത ചന്ദ്രികയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ. ഇതിന്റെ സംഗീതം B ദക്ഷിണാമൂർത്തി സ്വാമിയായിരുന്നു. പിന്നീട് K രാഘവനുമായി ചേർന്ന് അദ്ദേഹം ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കി. ഭാസ്കരൻ മാഷിന്റെ വിവാഹം കഴിഞ്ഞ് ഏതാനും നാളുകൾക്ക് ശേഷം PN പണിക്കർ സംവിധാനം ചെയ്ത റോസി എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഗാനങ്ങൾ എഴുതാൻ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. ഭാര്യയോടുള്ള പ്രേമത്തിന്റെ തീവ്രതയിൽ എഴുതിയ ഗാനമായിരുന്നു ജോബിന്റെ ഇണത്തിൽ നമ്മൾ കേട്ട അല്ലിയാമ്പൽ കടവിലെന്ന അരയ്ക്ക് വെള്ളം എന്ന ഗാനം. ആ അനുരാഗ കരിക്കിൻ വെള്ളം എല്ലാ മലയാളികളുടെ മനസ്സിൽ ഇന്നും മധുരിച്ചു നിൽക്കുന്നു. വാസന്ത പഞ്ചമി നാളിൽ, അപാര സുന്ദര നീലാകാശം, പ്രാണസഖി ഞാൻ ഒരു പുഷ്പം മാത്രമൻ തുടങ്ങി പൂവല്ല പൂന്തളിരല്ല, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, മോതിരക്കൈ വിരലുകളാൽ 10 വെളുപ്പിന് വരെ എത്തി നിൽക്കുന്നു അദ്ദേഹത്തിന്റെ ആ സുന്ദര ഗാനങ്ങൾ. കൂടാതെ ഹാസ്യഗാനമായ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴവും കായലരികത്ത് വളകിലിക്കുന്നതുമൊക്കെ അദ്ദേഹത്തിന്റെ വരികളാണ്. രാരിച്ചൻ എന്ന പൗരൻ, നായര് പിടിച്ച പുലിവാൾ, തുറക്കാത്ത വാതിൽ, ഇരുട്ടിന്റെ ആത്മാവ്, ആദിശങ്കരാചാര്യർ തുടങ്ങിയ 42ഓളം ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ മുഴുനീള ഹാസ്യ ചിത്രമായിരുന്നു നായര് പിടിച്ച പുലിവാൾ. ഈ ചിത്രം വൻ വിജയമാവുകയും പിന്നീട് തമിഴിലേക്കും തെലുങ്കിലേക്കും ഡബ്ബ് ചെയ്യുകയും ചെയ്തു. ഉറൂബ്, പാറപ്പുറം, MT വാസുദേവൻ, SL പുരം സദാനന്ദൻ തുടങ്ങിയ മികച്ച കഥാകൃത്തുക്കൾ അദ്ദേഹത്തിന് വേണ്ടി തിരക്കഥയൊരുക്കി. രോഗം ബാധിക്കുന്നവരെയാണ് വേദനിപ്പിക്കുന്നത്. എന്നാൽ അപൂർവം ചില രോഗങ്ങൾ രോഗികളുടെ ഉറ്റവരെയാണ് വേദനിപ്പിക്കുന്നത്. അങ്ങനെയൊരു രോഗമാണ് കാലം മാഷിന് വേണ്ടി കരുതി വെച്ചിരുന്നത്. അൾഷിമേഴ്സ് ബാധിച്ച മാഷിനെ കാണാൻ ഒരുപാട് സിനിമാക്കാർ പോവുകയും തിരികെ വേദനയോടുകൂടി പടിയിറങ്ങിയ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. മാഷിൻ്റെ ഒരുപാട് ഗാനങ്ങൾക്ക് ഭാവ തീവ്രത നൽകിയ, മാഷിൻ്റെ രചനകളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നമ്മുടെയൊക്കെ ജാനകിയമ്മ ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ പോയി. ജാനകിയമ്മയെ കണ്ടിട്ട് മാഷിന് മനസ്സിലായില്ല. പരിചയപ്പെട്ടു. പാട്ടുകാരിയാണെന്ന് പറഞ്ഞപ്പോൾ പാടാൻ പറഞ്ഞു. ജാനകിയമ്മ മാഷിൻ്റെ 1-2 ഗാനങ്ങൾ പാടി. മാഷ് നന്നായി ആസ്വദിച്ചു. പാടിക്കഴിഞ്ഞപ്പോൾ ജാനകിയമ്മയോട് ഒരു ചോദ്യം, ഇതൊക്കെ ആരാണ് പഠിപ്പിച്ചതെന്നത്? പെട്ടെന്ന് ജാനകിയമ്മയുടെ ഹൃദയം തകർന്നു. അദ്ദേഹം തൻ്റെ ഹൃദയം കൊണ്ടെഴുതിയ വരികളാണ്, ഗാനങ്ങളാണ്. പക്ഷേ അദ്ദേഹം മറന്നുപോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഹൃദയം പറിച്ചു മാറ്റുന്നതിന് തുല്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും കാലം ആ വരികളെ പറിച്ചു മാറ്റിയിരിക്കുന്നു. ജാനകിയമ്മയ്ക്ക് പാടാൻ സമയത്ത് വാക്കുകളുടെ അർത്ഥവും ഉച്ചാരണവും വരികളുടെ തീവ്രതയുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത മാഷാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. മദ്രാസിൽ വച്ച് യേശുദാസിൻ്റെ അച്ഛൻ മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ബോഡി ആശുപത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങാൻ കഴിയാതെ കയ്യിൽ കാശില്ലാതെ ബസ് സ്റ്റേഷനിൽ വിഷമിച്ച് നിൽക്കുമ്പോൾ അതുവഴി വന്ന പി ഭാസ്കരൻ മാഷ് അദ്ദേഹത്തെ അടുത്ത് വിളിച്ച് കാര്യം തിരക്കി കയ്യിലൊരു വലിയ തുക വെച്ചു കൊടുക്കുന്നു. ഇത്തരം സൽപ്രവർത്തികൾക്ക് കൂടി ഉടമയായിരുന്നു അദ്ദേഹം. 2007 83-ാം വയസ്സിൽ ഈ നാളികേരത്തിൻ്റെ നാട്ടിൽ നിന്നും അദ്ദേഹം മാമലകൾക്ക് അപ്പുറത്തേക്ക് മാഞ്ഞുപോയി. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വരെ വിട. നമസ്തേ.